ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ മാനസയുടെ ഈ അധികചാട്ടം തന്നെ കൃഷി നിർത്തി കൊടുക്കട്ടെ ചെയ്യുന്നത്. ആൻറ്റിമ്മയാണ് ഇതിന് പുറകിലുള്ളതെന്നൊക്കെ കൃഷി മനസ്സിലാക്കുകയും ഒരുപാട് ഓവറായിട്ട് മനസ്സ് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ മനസ്സെ പിടിച്ച് തല്ലുന്നുണ്ട് കേട്ടോ. തല്ലിയിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്കുള്ളതല്ല, ഇത് നിന്നെ പഠിപ്പിച്ച ആ ആൻറ്റിമ്മയ്ക്കുള്ളത് തന്നെയാണ്, നീ പോയി പറഞ്ഞു കൊടുക്കടി എന്ന് പറയുന്നു. ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് കൃഷി അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് അതിനുശേഷം തന്നെ ആ മേഡത്തിൻ്റെ അടുത്തേക്ക്, അതായത് കൺമണിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനിലാണല്ലോ കൺമണി, അതുകൊണ്ട് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിനുശേഷം തന്നെ മേഡത്തോട് പറയുന്നുണ്ട്, എൻ്റെ കൺമണിയെ എനിക്ക് കാണണം, നിങ്ങൾ ഇനി എന്ത് കാവൽ നിന്നാലും കാര്യമല്ല, ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അമ്മായിമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ധനലക്ഷ്മി അറിയുന്നുണ്ട്, എന്തായാലും നീ വന്നത് നന്നായി, ഈ കൺമണി പോലീസ് പ്രൊട്ടക്ഷനിൽ തന്നെയാണ് വരുണായിട്ടുള്ള കല്യാണം കഴിയുന്നത് വരെ, അതുകൊണ്ട് തന്നെ നിനക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കൺമണിയെ കൊണ്ടുപോകാൻ തന്നെയാണ്, എന്തായാലും ഞാൻ അവളെ കൊണ്ടുപോകുമെന്ന് പറയാട്ടോ. എന്തായാലും ഞാൻ അവളെ കൊണ്ടുപോകും, നീ ആര് തടഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോകും എന്ന രീതിയിലൊക്കെ കൃഷ് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ്. വരുണാണെങ്കിലോ പറയുന്നുണ്ട്, അവളെ ഞാൻ വിവാഹം തന്നെ കഴിക്കും, മാത്രമല്ല ചവിട്ടുകൊറ്റയിൽ എറിയും എന്ന രീതിയിലൊക്കെ സംസാരിക്കുക ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുൺ പറയുന്നുണ്ട്, താലി കിട്ടിയാൽ അവൾ എൻ്റെ അടിമയായിരിക്കും എന്ന രീതിയിലും പറയുന്നുണ്ട്. കൃഷാണെങ്കിലോ കൺമണി ഒരിക്കലും വിട്ടുകൊടുക്കില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.